യെസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഒരു പുതിയൊരു ദിവസം തുടങ്ങുകയാണ്. നമ്മുടെ ഹാപ്പിനെസ് പ്രോജക്റ്റിന്റെ 6th ഡേയിലോട്ട് കടന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതിന് ഒരു ഷോർട്ട് കട്ടും ഇല്ല കേട്ടോ. നിങ്ങൾ അതും തപ്പിയിട്ട് എവിടെ പോയിട്ടും ഏത് ഗൂഗിളിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ സെർച്ച് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ തീരുമാനിക്കുന്നിടത്താണ് നിങ്ങളുടെ ഹാപ്പിനെസ്. അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും യങ് ആയിട്ടിരിക്കാനല്ലേ ഇഷ്ടം. എത്ര പേർക്ക് താല്പര്യമുണ്ട് നല്ല അടിപൊളിയായിട്ട് എപ്പോ നോക്കിയാലും എന്താ ഇത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്, നല്ല ഹാപ്പി ആണല്ലോ ആളെന്ന് ചോദിക്കണ്ടേ? നോക്ക്, എന്നെ പോലെ ഇങ്ങനെ ചാടി ചാടി കളിക്കണം. എങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും? എപ്പോഴും നമ്മൾ ഈ കുട്ടികളെ ആ ഒരു ഹാപ്പിനെസ്സിലോട്ടേക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉള്ളത് നമ്മുടെ ഫുഡിനാണ്. നമ്മൾ ഇന്നലെ എന്താണോ കഴിച്ചത് അതിന്റെ എനർജി ആയിരിക്കും പിറ്റേ ദിവസം നമുക്ക് കിട്ടുക, അല്ലേ? നമ്മൾ ഇത്തിരി വീക്കായി അഥവാ പെട്ടെന്ന് ടയർഡ് ആയി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എനർജി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഇന്നലെ എന്തൊക്കെയാണ് കഴിച്ചത്, നമ്മുടെ ഭക്ഷണം തന്നെയാണ് നമ്മൾ, അല്ലെ? നമ്മൾ ഓരോരുത്തരും. അപ്പൊ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ കാണുകയും അതിനെ കെയർ ചെയ്യും പ്രൊട്ടക്ട് ചെയ്യുകയൊക്കെ ചെയ്യുക, അതിനെ നേച്ചർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു എനർജി എന്തായാലും കിട്ടും. പിന്നെ ഈ എനർജി ഇല്ല, ടയർഡ് ആണെന്ന് പറയുന്ന ആളടുത്ത് ഞാനൊരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഫോളോ ചെയ്യുക. കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് വരും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇന്ന് രാവിലെ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സിലോട്ടേക്ക് 10 ദിവസം കൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഹാബിറ്റ് ആവില്ല ഒരിക്കലും. ഹാബിറ്റ് ആവണേ മിനിമം ഒരു 2 മാസമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെ നമ്മുടെ ഏജ് ഒന്ന് റിവേഴ്സ് അടിച്ചിട്ട് വരാമെന്ന്. നമ്മളെ ഇവിടെ കൊണ്ടൊക്കെ പറയില്ലേ, നമ്മുടെ മഞ്ജു വാര്യറിനെ കൊണ്ടൊക്കെ പറയുന്ന പോലെ ലേഡി സൂപ്പർ സ്റ്റാർ ഒക്കെ ആവണ്ടേ നമ്മുടെ വീട്ടിലെ. നാട്ടുകാർക്കൊന്നും വേണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു ക്വീൻ ആയിട്ട് ഇങ്ങനെ പാറി പാറി നടക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല, മെയിൻ ആയിട്ട് വരുന്നത് ഞാൻ ഇന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ ഫുഡിന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ നിലവിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും ഇനി വരാൻ പോകുന്ന അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അതിന് സ്ട്രോങ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യണം. നിങ്ങൾ ഈ കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പുവരുത്തിക്കണം. എല്ലാവരുടെ കയ്യിൽ ഒരു പേപ്പറും പെന്നും ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതൊന്നും കൂടെ ഓർത്തെടുക്കുക. എന്നിട്ട് ഇത് അന്നത്തെ കേട്ട ദിവസം തന്നെ അതൊന്ന് നമുക്ക് എന്തൊക്കെയാ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് നമുക്ക് മനസ്സിലായ ടേക്ക് അവേസ് ഉണ്ടാവുമല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഓരോ ക്ലാസ് കേൾക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുമല്ലോ. അല്ലെങ്കിൽ നോർമൽ റീൽസ് കാണുന്ന പോലെ ഇതും അങ്ങ് പോകും. അതുകൊണ്ട് അത് എഴുതി അപ്പൊ തന്നെ എഴുതി വെച്ചിട്ട് എണീക്കാൻ പാടുള്ളൂ ട്ടോ. അല്ലെങ്കിൽ അത് കണക്ഷൻ വിട്ടു. കഴിഞ്ഞു. അത് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും അത് റീകോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ റെക്കോർഡ് കിട്ടുന്ന സമയത്ത് ഒന്ന് റിവൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നും കൂടെ തലയിലോട്ടേക്കും മനസ്സിലോട്ടൊക്കെ കേറും. അതിന്റെ ഇമ്പോർട്ടൻസ് കേറും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ എളുപ്പത്തിൽ അത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഈ ഞാൻ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് നിങ്ങൾ ഇറങ്ങി തിരിക്കണം. ആ ഗ്രൂപ്പ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വരുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാലാണ് അതിന്റെ ആൻസർ വരിക. അപ്പൊ ഡിസ്കഷൻസ് നടക്കും. ഇത് നിങ്ങൾ കമ്മിറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം ട്ടോ. മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് ഏറ്റവും നല്ലത്. അപ്പം എക്സലന്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ഒരു 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 ആള് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും അല്ലല്ലോ. നമ്മുടെ ബെസ്റ്റ് വേർഷൻ ആണ് ആവേണ്ടത്. അപ്പൊ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണേ, ഡെയിലി എന്തൊക്കെ കഴിക്കണം, വീക്കിലി എന്തൊക്കെ കഴിക്കണം, ഇനി മാസത്തിൽ എന്തൊക്കെ കഴിക്കണം, ആ ഒരു രീതിയിൽ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുമല്ലോ കാര്യങ്ങൾ. അപ്പം ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്നത്, ഏറ്റവും ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് നീഡ് ആണ് അല്ലേ? ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റൂല. നമ്മുടെ എനർജി ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് പ്രോപ്പറായ രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൂഡ് ഭയങ്കരമായിട്ട്, അല്ലേ, ചേഞ്ച് ആക്കും. ദേഷ്യം പിടിക്കാനും ഒക്കെ കാരണമായിരിക്കും അല്ലേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, സ്നിക്കേഴ്സിന്റെ പരസ്യമായിരുന്നോ, ഞങ്ങൾ എല്ലാതായി മാറും എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ നമ്മൾ നമ്മുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫുഡിനേക്കാൾ ഉപരി ഞാൻ ഏറ്റവും ബാലൻസ് ആയിട്ട് നിൽക്കേണ്ടത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞ രണ്ടാമത്തെ ദിവസമൊക്കെ പറഞ്ഞ ആ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് വരും. നമ്മുടെ തോട്ട്സ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പൊ ഓരോ ഫുഡ് വരുമ്പോഴും അത് മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. ഇപ്പൊ എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നോക്കുക നിങ്ങൾ അരിയത്ത്, എന്തെങ്കിലും ഉണ്ടോ. അത് ഞാനൊരു തേർഡ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക് ആണ്.
നമ്മൾ ഈ എടുക്കുന്ന ഈ ഒരു ഗ്ലാസ് എടുക്കുമ്പോൾ തന്നെ ഇത് എന്റെ ശരീരത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ആയ രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന രീതിയിൽ നമ്മൾ സിപ്പ് ചെയ്തിട്ട് അത് ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു ഭയങ്കര ഒരു ഉള്ളിലോട്ടേക്ക് ഇറങ്ങി പോകുന്നത് അത്രയും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ശരീരം ഉപയോഗിക്കും. മനസ്സിലായോ? അങ്ങനെ ഓരോ സിപ്പിലും നിങ്ങൾ മൈൻഡ്ഫുൾ ആവുക, കഴിക്കുന്ന കാര്യത്തിലൊക്കെ അവെയർ ആവാം. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും നിങ്ങൾ എന്തെങ്കിലും ഒരു ജ്യൂസ്, ഞാനിപ്പോ ഹാഷ് ഗാർഡിന്റെ ജ്യൂസ് എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ തന്നെ ലൈവ് ആയിട്ട് കാണിച്ചത്, ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുക കേട്ടോ. അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്, ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒരു പ്രൗഡ് ഫീൽ ഉണ്ടാവും. നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു വ്യക്തമായ ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ എന്റെ കാര്യമൊക്കെ നോക്കാൻ തുടങ്ങിയത്, ഞാൻ അടിപൊളിയാണല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടൊക്കെ വെക്കുമ്പോൾ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ജ്യൂസ് നിങ്ങൾ എടുക്കുക. അത് ആ ഒരൊറ്റ ഒരു ഹാബിറ്റ് മതി കേട്ടോ നിങ്ങളെ മുമ്പോട്ടേക്ക് നടത്താൻ വേണ്ടിയിട്ട്. ഒരു ദിവസത്തേക്കും 2 ദിവസത്തേക്കും അല്ല, ഡെയിലി വേണം. എല്ലാ ദിവസവും നമുക്ക് സ്ട്രോബെറിയും മുന്തിരിയും ഒന്നും കിട്ടിയെന്ന് വരൂലേ, എന്താണോ ഉള്ളത്. ഇനി ഒന്നും ഇല്ലെങ്കിൽ ഒരു കുറച്ച് തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കറിവേപ്പിലയുടെ ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് അറിയാലോ അല്ലെ. അല്ലെ മുരിങ്ങ കിട്ടുവാണെങ്കിൽ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് വെജിറ്റബിൾ ജ്യൂസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. എന്ത് വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം. ജസ്റ്റ് പിന്നെ നമ്മളിപ്പം ഇനിയിപ്പം ജ്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാ, തണുത്തൊന്നും പറ്റാത്ത സമയത്ത് നിങ്ങൾ അത് ജസ്റ്റ് നമുക്ക് സൂപ്പ് പോലെ പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ ഈ ഇളവും കുമ്പളൊക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര കോൾഡ് ഫീൽ ആയിരിക്കും, പെട്ടെന്ന് ജലദോഷമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വെറുതെ വെട്ടി അരിഞ്ഞിട്ട് അതിലോട്ടേക്ക് കുറച്ച് ഇഞ്ചിയും ഉലുവയും ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് 2 വിസിലിട്ട് അത് സൂപ്പായി. വേണമെങ്കിൽ അതൊരു ഓട്സ്, അതിൽ കുറച്ച് ഓട്സോ റാഗിയോ ഒക്കെ ഇട്ടിട്ടൊന്ന് നമുക്ക് രാത്രിയത്തെ ഒരു ഡിന്നർ ആയിട്ട് വരെ സെറ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ തീരുമാനിക്കണം. നമുക്ക് കുറേ ഐഡിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക, അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. അത് വരുന്ന വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു സുഖം ഫീൽ ചെയ്യും. നമ്മുടെ വയറിന് നല്ല സുഖമായിരിക്കും, ഹാപ്പി ആയിരിക്കും. അല്ലാതെ ഇങ്ങനെ ബ്ലോട്ടഡ് ഫീൽ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്തോ 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 പോലെ എന്നൊക്കെ പറയുന്ന കാര്യമൊക്കെ ഇതാണ് നമ്മൾ ഗട്ടിന്റെ ഹെൽത്ത്. നമ്മൾ കേട്ടിട്ടില്ലേ, പനിയൊക്കെ വന്ന അതിനെന്താ മരുന്ന്, നമ്മൾ പട്ടിണി കിടക്കലാണ് ഏറ്റവും പ്രശ്നം. പിന്നെയും കഞ്ഞി വേണോ ചായ വേണോ എന്ന് കൊടുത്താൽ അതിന് റെസ്റ്റ് കിട്ടുന്നില്ല. എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലേ പനി വരുന്നത്, ഒരു സിംറ്റം അല്ലേ. നമ്മൾ പിന്നെയും റസ്ക് വേണോ ബ്രെഡ് വേണോ ഇതൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. ഇതൊന്നും കൊടുക്കാതെ നിങ്ങൾ ബോഡീനെ റിലാക്സ് ആക്കി വെക്കുക. അവർക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക. എന്ത് കഴിക്കുമ്പോഴാണ് ഈ ഡിസ്റ്റർബ് ഉണ്ടായത്, അത് നമ്മൾ പിന്നെ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചതുപോലെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടോ, അല്ലെ വർക്ക്ഔട്ട് പുറത്തോട്ടേക്ക് ഒരു 15 മിനിറ്റ് എങ്കിലും നടക്കാൻ തുടങ്ങിയോ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇതൊന്ന് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കാനും നിൽക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ സാധാരണ എല്ലാം കേട്ട പോലെ ആയി പോകും. കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങണം. കാരണം ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇത് എപ്പോഴും ഒരു എന്താ പറയാ, ആവേശത്തിലുള്ള തുടങ്ങാം നാളെ നാളെ എന്ന് പറഞ്ഞാൽ നാളെ എല്ലാ ദിവസവും ഉണ്ട്, എല്ലാ മാസവും ഉണ്ട്. നാളെ എപ്പോഴും ഇങ്ങനെ നീണ്ടു കിടക്കുവാണ്. പക്ഷെ നമ്മുടെ ലൈഫ് നാളെ തീരാൻ പോവാന്ന് വിചാരിച്ചിട്ട് ഇന്ന് തുടങ്ങണം. അപ്പൊ നമ്മൾ എത്ര എക്സൈറ്റഡ് ആയിരിക്കും, അയ്യോ ഇത് കഴിയാൻ പോവല്ലേ, ഇന്ന് തന്നെ ചെയ്താളെന്ന് ആയിരിക്കും. മനസ്സിലായോ? ഈ ഡോക്ടേഴ്സ് ഒക്കെ ഒരു പിന്നെ ഞാൻ പറയട്ടെ, ആൻജിയോപ്ലാസ്റ്റിക് എഴുതിയ ഒരാള് അന്ന് പോയിട്ട് നടക്കാൻ പോയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് വരുന്നതിന് മുന്നല്ലേ നമ്മൾ നമ്മുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കണ്ടേ. അതിന് വേണ്ടുന്ന ബെസ്റ്റ് മെത്തേഡാണ് ഞാനിന്ന് പറയുന്നത്. റെഡിയാണേ, പേപ്പറും പെന്നും ഒക്കെ എടുത്ത് വെച്ചിട്ട് റെഡി എന്ന് പറഞ്ഞു. എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ എല്ലാരും. ഇവിടെ ആരൊക്കെ ഇരിക്കുന്നത്, എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. റെഡിയാണ്. റെഡി അല്ലേ? ഓക്കെ, നമുക്കൊക്കെ മാറണ്ടേ, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? നമുക്കും മനസ്സിലാവണ്ടേ എങ്ങനെയാ ജീവിക്കേണ്ടതൊക്കെ. എല്ലാം അറിയുന്ന ആൾക്കാരാണ്, പക്ഷെ നമുക്ക് ചെയ്യാനുള്ള ചെറിയ മടി അതെല്ലാവർക്കും ഉണ്ടാവും. സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്, അതൊക്കെ ഓക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു റൊട്ടീന് പറയുകയാണെങ്കിൽ, ശരിക്ക് ഒരു കണക്ക് പ്രകാരം എങ്ങനെയാണ് നമുക്ക് ഓരോ ഫുഡുകളും ഡിഫൈൻ ചെയ്ത് ക്ലാസിഫൈ ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ഏറ്റവും ബെസ്റ്റ് ആയ രീതി എന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് ഐഡിയ ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും ഉൾപ്പെടുത്തേണ്ട ഫുഡ് എന്തൊക്കെയാണ്, മാസത്തിൽ എന്തൊക്കെയാണ്, അതിന് കണക്കായിട്ട് വാങ്ങിച്ചു വെച്ചാൽ മതി. വെറുതെ ഇങ്ങനെ കെട്ടിക്കിടന്ന് പഴകിയിട്ട് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരിക്കലും ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് ഇന്ന് കഴിക്കാനാണ് ബെസ്റ്റ്. മനസ്സിലായോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോരോ റെയർ കേസ് ഉണ്ടോ, നമുക്ക് സാധനത്തിന്റെ അവൈലബിലിറ്റി കുറവ്, അതൊക്കെയാണ് പ്രോസസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ BPA ഫ്രീ ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്ന സിപ്പ് ലോക്ക് ബാഗിലൊക്കെ ഇട്ടിട്ട് ഒരു ഫുഡിന്റെ കൂടെ മറ്റേ ഫുഡ് അറ്റാച്ച് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന എല്ലാ സാധനവും ക്ലോസ് ചെയ്ത് വെക്കുക. ഇതൊക്കെ നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇലക്കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്തിട്ട്
ഫ്രിഡ്ജിൽ കയറ്റുന്നതിന് മുമ്പ് വാഷ് ചെയ്തിട്ട് ശരിക്കും ഡ്രൈ ആക്കിയിട്ട്, അതായത് വെയിലത്ത് വെച്ച് ഉണക്കാനല്ല കേട്ടോ, നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കോട്ടൺ ടവലൊക്കെ വെച്ചിട്ട് ഒന്ന് തുടച്ചിട്ട് ഫ്രിഡ്ജിലോട്ടേക്കൊക്കെ വെച്ചിട്ട് ഒരു റാപ്പ് ചെയ്തിട്ടൊക്കെ വെച്ചാൽ അത് കുറേ ദിവസം കേടുകൂടാതിരിക്കും. ഈ ചെറുനാരങ്ങ ഡെയിലി ഉൾപ്പെടുത്തേണ്ട ഒരു സാധനമാണ്. ഞാൻ ഒന്നും കൂടെ പറയാം, നമ്മുടെ നെല്ലിക്ക. അത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 2 മാസമൊക്കെ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് വെച്ചാൽ, നമ്മുടെ ഐസ്ക്രീം ബോക്സ് ഇല്ലേ? ഐസ്ക്രീം ബോക്സിന്റെ അടിയിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മുടെ നെല്ലിക്ക കഴുകിയിട്ട് ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിലിട്ടാൽ മതി. ഇച്ചിരി വെറ്റ് ഉണ്ടെങ്കിൽ അത് ഒട്ടും കേടുകൂടാതെ മിനിമം 2 മാസമൊക്കെ നിൽക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനിത് എന്താ പറയാ, അത്രയും ഗ്യാരണ്ടി പറയാൻ കാരണം വെച്ചാൽ, ഞാൻ ഓർമ്മിക്കാതെ ഇത് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് പോയി ഒരു ദിവസം നാട്ടിന്ന്. പിന്നെ എല്ലാ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വരും 2 മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയപ്പോ അത് അന്നും ഫ്രഷ് പോലെയുണ്ട്. അതും 2 നാരങ്ങയും. അതുകൊണ്ടാണ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ വെജിറ്റബിൾസിന്റെ കൂടെ ഫ്രൂട്ട്സ് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടിനും 2 തരത്തിലുള്ള ക്വാളിറ്റീസ് ആണ്, പ്രോപ്പർട്ടീസ് ആണ്. അതിൽ ഒന്നിന്റെ ഗുണം കൊണ്ട് മറ്റേത് കേടായിപ്പോകും. മനസ്സിലായോ? ഓരോന്നും കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതേപോലെ സ്പ്രൗട്ട് ആയി തുടങ്ങിയ പൊട്ടറ്റോസ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ സ്പ്രൗട്ട്സും അറിയാലോ, നമ്മളിപ്പം ചെറുപയറാണെങ്കിൽ സ്പ്രൗട്ടഡ് ചെറുപയറിന്റെ ബെനിഫിറ്റ്സ് എല്ലാം നമ്മുടെ ഡയറക്റ്റ് വേവിച്ച പയറിനുള്ളത്. ഇതിൽ പ്രോട്ടീൻ ആയിരിക്കും ഇതിൽ കൂടുതലായിട്ടുള്ളത്, അതായത് ആന്റി ഓക്സിഡന്റ്സ് ആയിരിക്കും റിച്ച് ആയിട്ടുണ്ടാവുക. അപ്പൊ ഇതൊക്കെ ഓരോ ഫുഡും ഓരോ തരത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഓവറായിട്ട് കുക്ക് ചെയ്താൽ വേറെ, കുറച്ച് കുക്ക് ചെയ്താൽ വേറെ. ഇപ്പം ഞാൻ പറയട്ടെ, 1 കപ്പ് റോ ആയിട്ടുള്ള വെജിറ്റബിൾ കഴിച്ചാൽ, 1 കപ്പ് സാധാരണ നോർമൽ കപ്പിൽ കഴിച്ചു കഴിഞ്ഞാൽ, ബൗളില്ലേ സാലഡ് എടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് മാറും. അതേ സ്ഥാനത്ത് അതേ സാധനം അതേ പോർഷനുള്ള സാധനം കുക്ക് ചെയ്തിട്ടാണെങ്കിൽ ഹാഫേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ കുക്ക് ചെയ്ത അളവ് കുറയല്ലോ, അത്രേ കഴിക്കാൻ പാടുള്ളൂ. കൂടുതലായി പോയാൽ അതിലും കലോറീസ് ഉണ്ട്. ഇനി നിങ്ങൾ നമ്പറിലോട്ട് ഫോക്കസ് ചെയ്യല്ലേ, ഇത് കലോറി കൂടുവോ, ഇത് അതാവോ, ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ഹാപ്പി ആയിട്ട് കഴിച്ചാൽ മതി. കഴിക്കുന്ന ഫുഡിന് നല്ല സന്തോഷത്തോടുകൂടെ കഴിച്ചാൽ മതി. അതെ, അത്രമാത്രം മതി കേട്ടോ. അപ്പോ ഞാൻ ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യത്തിൽ പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. 5 ഫുഡുകൾ നിങ്ങൾ ഒഴിവാക്കുന്നു ഇപ്പൊ തന്നെ തീരുമാനിച്ചിട്ട് എഴുതി വെച്ചോളെ. ഫസ്റ്റ് എഴുതേണ്ടത് ഫുഡ് ടു അവോയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് വരക്കുക, അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അവോയ്ഡ് ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നല്ല അടിപൊളിയായിട്ട് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചേക്ക്. ഇത് എവിടെ എങ്കിലും ഒട്ടിച്ച് വെച്ച കാണണം നിങ്ങൾക്ക് കേട്ടോ. അപ്പം ഇതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന എല്ലാരും പറയുന്ന കാര്യമാണ് ഷുഗർ അല്ലെ. ഷുഗർ, ഏത് ഷുഗറും ആവാം. ഷുഗർ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ആഡഡ് ഷുഗറുകൾ, ഇപ്പം ബേസിക് ആയിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ്, കേക്ക്, പാസ്ട്രീസ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ് കേട്ടോ. നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു ആഗ്രഹവും കൊതിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ കഴിച്ചോട്ടോ. എന്നാലും മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടെന്നുള്ള ലിസ്റ്റിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഡേഞ്ചർ അലേർട്ടിൽ ഇടുമല്ലോ. ഡേഞ്ചർ എന്ന് എഴുതി വെച്ചോട്ടോ, അവോയ്ഡ് എന്നുള്ളതിന്റെ അടുത്ത്. അത് ഡേഞ്ചർ ആണ്. ഓക്കെ, അങ്ങനെ എഴുതി വെച്ചാൽ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പം ക്യാൻഡീസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുട്ടിയൊക്കെ കൊടുക്കും. നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കരുത്, നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കരുത് ക്യാൻഡീസ്, കളർ ക്യാൻഡീസ് കേട്ടോ, കട്ടകള്. നമ്മൾ വാങ്ങിച്ചു കൊടുക്കണ്ട, എവിടെന്നെങ്കിലും ഗിഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുമ്പോൾ അവർ കഴിച്ചോട്ടെ. അതേപോലെ ചിപ്സിന്റെ പാക്കറ്റുകൾ നമ്മൾ വാങ്ങി നമ്മുടെ കൈ കൊണ്ട് നമ്മളെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുക. എവിടെ പോയി വരുമ്പോൾ ഒരു പാക്കറ്റ് ലേസും കൊണ്ടുവരുന്ന ആളെ എനിക്ക് കുറെ ആൾക്കാർ അറിയാം. അപ്പൊ ഇത് നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ വാങ്ങണ്ട. അവരായിട്ട് എവിടെ നിങ്ങൾക്ക് കിട്ടുമ്പോ ഒക്കെ അവർ ടേസ്റ്റ് ചെയ്തോട്ടെ, നമ്മളെ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കണ്ട. മനസ്സിലായോ? അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതില് അത് കേടായി പോവാതിരിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. മനസ്സിലായോ? അതിൽ എന്താ പറയുക, നമുക്ക് ആ ഒരു ഫ്ലേവർ ഒക്കെ അറിയില്ല. ചിലത് ഭയങ്കര തെരുപ്പായിരിക്കും, ചിലതല്ലേ നമ്മള് വീട്ടിലൊരു പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കി ഇങ്ങനെ വടി പോലെ നിൽക്കുവോ അത്? ഇല്ലല്ലോ. അതെന്താ അങ്ങനെ നിൽക്കുന്നത്? അതിൽ എന്തൊക്കെയോ ചേർക്കുന്നുണ്ട്. നമുക്കറിയാത്ത സാധനങ്ങൾ നമ്മുടെ ഉള്ളിലോട്ട് ചെന്നാല് അത് നമ്മുടെ ദ്രവിപ്പിക്കും നമ്മുടെ ഉള്ളിന്ന് ട്ടോ. വിനാഗിരി നമ്മൾ ഉപ്പിലിട്ട ഇതുപോലെയായിരിക്കും നമ്മുടെ വയറ്റിലുള്ള ഓരോ ഓർഗൻസും മാറുന്നുണ്ടാവും. ഉപ്പിലിട്ട നമ്മുടെ നെല്ലിക്ക കണ്ടിട്ടില്ലേ? മാങ്ങ കണ്ടിട്ടില്ലേ? എന്താ ഇങ്ങനെ ശോഷിച്ചു വരും. അതിനൊരു എനർജി ഒന്നും ഉണ്ടാവില്ല. അതിങ്ങനെ ഡൈ ആയിട്ടാ ഉണ്ടാവുക. മെല്ലെ മെല്ലെ ദിവസവും 1ഓ 2ഓ പാക്കറ്റ് ചിപ്സ് ഒക്കെ കഴിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ എന്റെ സിസ്റ്ററുമായിട്ടൊക്കെ അടികൂട്ടി എത്ര ചിപ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താ പറയാ, കൂടുതൽ കഴിക്കുന്നതാണ് ഭയങ്കര പവർഫുൾ ആയിട്ട് മാറുന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ചെറിയ കുട്ടിയൊക്കെ ഉണ്ടാവും അല്ലെ. എങ്ങനെയെങ്കിലും അതും കൂടെ കിട്ടണം എന്നല്ലേ. പക്ഷെ നിങ്ങൾ അത് പഠിപ്പിക്കണ്ട കേട്ടോ. നമ്മളെ വീട്ടിൽ ഇനി വാങ്ങിക്കില്ല എന്നങ്ങ് തീരുമാനിച്ചാൽ തന്നെ മാറ്റാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ പിന്നെ പറയാനുള്ളത് റിഫൈൻഡ് ഓയിൽസ് ആണ്. റിഫൈൻഡ് ഓയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ എന്താ പറയാ, ഓയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബെസ്റ്റ് ആയിട്ടല്ല, ഏറ്റവും നല്ല ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ ആണ്. പിന്നെ ഒലീവ് ഓയിൽസും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പക്ഷെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലത് കോക്കനട്ട് ഓയിൽ ആണ്.
പിന്നെ ഒരു പ്രാവശ്യം എടുത്ത് പിന്നെയും ചൂടാക്കാൻ നിൽക്കരുത്. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കുമ്പം നിങ്ങളൊന്ന് ലേബൽ വാങ്ങിക്കാം. പ്യുവർ ഓർഗാനിക് റിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് അത് റിഫൈൻഡ് ആണ്. റിഫൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേടായി പോവാതിരിക്കാൻ, കനക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് വരികയാണ്. അതിൽ പലതും ചേർത്തിട്ടുണ്ടാവും. അപ്പം അത് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാം. പക്ഷെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് റിഫൈൻഡ് എന്നുള്ളതാണ്, ഉപയോഗിക്കുമ്പോൾ അളവ് കുറച്ചെടുക്കുക എന്നുള്ള ഒരു തോട്ട് നമ്മുടെ ബ്രെയിനിൽ വേണം കേട്ടോ. എല്ലാത്തിലും വറുത്തിട്ടാലേ കഴിക്കൂന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുത്തിട്ട് ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ചേർക്കുക കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെങ്കിൽ എല്ലാ ദിവസവും വേണ്ട. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ റിഫൈൻഡ് ഓയിൽ ഒഴിവാക്കണം. പിന്നെ ഇതില് നമുക്ക് റിഫൈൻഡ് ഓയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ വരുന്ന എല്ലാ അസുഖങ്ങളുടെ ഒരു വലിയൊരു മെയിൻ ആയിട്ടുള്ള ഒരു കോസ് ആയിട്ട് കാണുന്നത്. അതിപ്പോ ഹാർട്ട് ഡിസീസസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ പലതും, ബ്ലോക്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്യാൻസർ, അതിനൊക്കെ ഒന്നും കൂടെ പുഷ് കൊടുക്കുന്ന രീതിയിലാണ് ഇതുള്ളത് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കനത്ത ഓയിലൊക്കെ കഴിച്ചു കഴിഞ്ഞ്, സോറിയാ ചാർജർ കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ കനത്തിട്ടൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ ബ്ലഡ് വെസലിൽ തിക്കായിട്ടല്ലേ നിൽക്കുന്നത്. ബ്ലോക്ക് ഒക്കെ ഉണ്ടാവാനൊക്കെ അത് നന്നായിട്ട് സഹായിക്കും. അങ്ങനെ സഹായിക്കണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? വേണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ എന്തിനാ വേണ്ടാത്ത സഹായങ്ങൾ നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്നത്? അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെന്താ, പിന്നെയുള്ള ഒരു കാര്യമാണ് എഴുതി വെച്ചിട്ടുള്ളതും, നമ്മൾ ഉപയോഗിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഒലീവ് ഓയിൽ ആയാലും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒലീവ് ഓയിൽ ഒഴിക്കുക. ഒന്നും കൂടെ ഞാൻ റിമൈൻഡ് ചെയ്യുകയാണ്, ഒലീവ് ഓയിൽ ബെസ്റ്റ് ആണ്. നമ്മൾ സാലഡ്സിലൊക്കെ ഒരു സ്പൂണൊക്കെ നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് അതൊക്കെ ഒന്ന് ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒലീവ് ഓയിൽ ഉപയോഗിക്കാം, ബട്ടർ ഉപയോഗിക്കാം, ഗീ ഉപയോഗിക്കാം. എല്ലാം നമ്മൾ മിനിമലൈസ് ചെയ്ത് കേട്ടോ. എല്ലാ ദിവസവും ഇതൊന്നും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വേണ്ട. പിന്നെ നമ്മൾ അത്യാവശ്യം ഡയറ്റ് ഒക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് എനിക്ക് ഹൈലി റെക്കമെൻഡിങ് ഒരു ടീസ്പൂൺ നമ്മുടെ ഉരുക്ക് നെയ്യ്, അതായത് നമ്മുടെ ശുദ്ധമായ പശു നെയ്യ് ഉണ്ടാവില്ല, ഒരു സ്പൂൺ രാവിലെ കഴിക്കും. കാരണം നമ്മൾ അധികം ഫാറ്റ് ഒന്നും ഉള്ളിലേക്ക് കൊടുക്കുന്നില്ലല്ലോ, ഹെൽത്തി ഫാറ്റ്. നിങ്ങൾ എല്ലാ തരത്തിലുള്ള ഫുഡും കഴിക്കുമ്പോൾ നെയ്യും കൂടെ കഴിച്ചേക്കല്ലേ. ഹെൽത്ത് ഡയറ്റ് നോക്കുന്ന ആളടുത്താണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ഉണ്ട്, ഡയറ്റ് അല്ല, ഒരു ഹെൽത്തി വേർഷൻ ആവാണ്. കൂടുതൽ ഗ്രെയിൻസും നമ്മുടെ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഓയിലിന്റെ കണ്ടന്റ് കുറവുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ രാവിലെ തന്നെ അത് എത്തുമ്പോൾ നമ്മുടെ ബോഡി ഒക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഒരു നല്ലതാണ്. അതേപോലെ പിന്നെ വരുന്നത് പ്രോസസ്ഡ് മീറ്റ്. പ്രോസസ്ഡ് മീറ്റിന്റെ കാര്യം നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട, നല്ലതല്ല. പിന്നെ നമുക്ക് കഴിക്കണം തോന്നുവാണെങ്കിൽ മാസത്തിലൊക്കെ കഴിക്കാം കേട്ടോ. മാസത്തിൽ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിന്റെ അളവ് ശ്രദ്ധിക്കുക. കൂടുതലായിട്ടൊന്നും ആയി പോവാതിരിക്കാൻ നിങ്ങൾ നോക്കുക. പിന്നെ അല്ല, പ്രോസസ്ഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ റെഡ് മീറ്റ് അല്ല, റെഡ് മീറ്റ് നമുക്ക് മാസത്തിൽ ഒരിക്കലൊക്കെ കഴിക്കാം. പ്രോസസ്ഡ് മീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല. എന്തൊക്കെയാ പ്രോസസ്ഡ് മീറ്റ്? നമ്മുടെ സോസേജ്, ടൂണ, പിന്നെന്താ, ഇങ്ങനെ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഹോട്ട് ഡോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ പ്രോസസ്ഡ് മീറ്റ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലെ. വാങ്ങിച്ചു ഒക്കെ കട്ട് ചെയ്യുക, മസാല ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് മുറിച്ചം കിട്ടും. എത്ര വേഗം പരിപാടി. പക്ഷെ ഇത് ഭയങ്കര കുക്കിംഗ് പ്രോസസ്സ് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. സോറി, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ വിനു. ഓക്കെ. അപ്പം പ്രോസസ്ഡ് മീറ്റ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് നമ്മളെ സന്തോഷത്തോടെ എവിടെയെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്തൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ കഴിക്കാം കേട്ടോ. നമ്മളെ വീട്ടിൽ നമ്മൾ അധികം പ്രോത്സാഹിപ്പിക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾ ഇത് കഴിക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ വരുമ്പം സാലഡ്സ് ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, വീക്കിൽ ഒരു 5ഓ 6ഓ പ്രാവശ്യം നമുക്ക് മിൽക്കും യോഗട്ടും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ബോഡിക്ക് കാൽഷ്യം കിട്ടാനും, അതേപോലെ തന്നെ യോഗട്ടൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ആന്റി ഓക്സിഡൻസ് ഒക്കെ കിട്ടും. നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു pH ലെവൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള നല്ല ബാക്ടീരിയാസ് ഉള്ളിലേക്ക് എത്താനും, നമ്മുടെ ബോഡിയിൽ പ്രോസസ്സ് ചെയ്യണ്ടേ കാര്യങ്ങളൊക്കെ, ദഹന രസങ്ങളൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഇത് നല്ലതാണ്. ഗട്ടിന്റെ ഹെൽത്തിന് നല്ലതാണ്. അപ്പൊ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ കുറച്ച് തൈര് അല്ലെങ്കിൽ മോരെടുക്കുക, അതിൽ കുറച്ച് മിന്റിന്റെ ബെനിഫിറ്റ് ഭയങ്കര അടിപൊളിയാട്ടോ. കുറച്ചൊരു ഹാൻഡ് ഫുള്ള് നന്നായിട്ട് വാഷ് ചെയ്ത മിന്റ് എടുക്കുക, കുറച്ച് കറിവേപ്പില എടുക്കുക, ജീരകം ഇടുക, ഒരു കഷ്ണം ഇഞ്ചി ഇടുക, ഉപ്പ് ഇട്ടിട്ടൊന്ന് അടിച്ചിട്ട് അത് ശരിക്കും വെറുതെ അങ്ങ് കുടിച്ചാൽ മതി. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിക്ക് കിട്ടും. പക്ഷെ ഡെയിലി ഇതൊന്നും കുടിച്ചേക്കും. ഞാൻ എന്ത് കാര്യം പറഞ്ഞാൽ ഡെയിലി അത് ചെയ്യണ്ട കേട്ടോ. ആഴ്ചയിൽ 1ഓ 2ഓ പ്രാവശ്യം ഉൾപ്പെടുത്തിയാൽ മതി നിങ്ങൾ. എല്ലാ കാര്യങ്ങളും എവിടുന്ന് നിങ്ങൾക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടിയാലും എന്ത് സാധനം ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യരുത് കേട്ടോ. നമ്മളത് അതിനൊരു നമ്മളൊരു ഫിൽറ്റർ ഇട്ട് കേട്ടിട്ട് അത് എങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ പറയാനുള്ളത് വേറെന്തായിരുന്നു, സാലഡിന്റെ കാര്യമാണ്. സാലഡ് ഏറ്റവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഇപ്പം നമ്മുടെ ലോക്കലി നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മളിപ്പം ഉപ്പേരി പോലെയൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഓക്കെ,
അല്ലാതെ സാലഡ് ആയിട്ട് റോ ആയിട്ട് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഫ്രൂട്ട്സ് ആയാലും ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞത് അത് എന്താ പറയാ, ഇനി ഇപ്പൊ ജ്യൂസ് ആയിട്ട് ഇടുമ്പോ പഞ്ചസാര ഒന്നും ചേർത്തേക്കല്ലേ ആരും ട്ടോ. പഞ്ചസാര നല്ല 2 സ്പൂൺ പഞ്ചസാര തൊട്ടിട്ടല്ല ജ്യൂസ് അടിക്കണം. നോർമൽ ആയിട്ട് അതിന്റെ അതെന്താണോ അതേപോലെയാണ് നമ്മൾ കുടിക്കേണ്ടത്. അതിന്റെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യണം. ഇതാണ് ഇപ്പൊ ഈ ഒരു ഓറഞ്ച് കഴിക്കുമ്പോൾ ഓറഞ്ചിന്റെ ഫ്ലേവർ ഇതാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം. പിന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ല ഒരു നുള്ള് ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതില് ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടും. എല്ലാത്തിലും കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കത് ബാലൻസ് ചെയ്ത് കുടിക്കാം. അപ്പം കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ നല്ലതാട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ. കഴിക്കുന്നില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയെങ്കിലും അത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര കുട്ടികൾ അളവ് കുറക്കുക. അതേപോലെ തന്നെ ഉപ്പും കുറക്കുക. പഞ്ചസാര പോലെ തന്നെ വില്ലനാണ് സോൾട്ടും കേട്ടോ. വെറും പഞ്ചസാര അല്ല, രണ്ടും ഏകദേശം ഒരേ പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ, നമ്മൾ കഴിക്കുന്ന ഇതിന്റെ ക്വാണ്ടിറ്റി ആണ് എല്ലാത്തിനും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞത് റെഡ് മീറ്റ് ഒന്നും നമുക്ക് അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ വേണ്ടി പറ്റൂല അല്ലെ. ഇടയ്ക്കൊക്കെ ഒരു കൊതിയൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കഴിക്കണം എന്നൊക്കെ തോന്നും. അപ്പം നമ്മൾ ഈ ഒരു ജസ്റ്റ് നമ്മളത് ഓർത്തെടുക്കുക. നമ്മൾ ഈ നമ്മുടെ കിച്ചണില് നമ്മുടെ ഫ്രിഡ്ജിന്റെ മുകളിൽ നമ്മൾ ഈ ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ, ഒരു ഐഡിയ ഉണ്ടാവല്ലോ, എഴുതി വെച്ചിട്ട് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് കിട്ടും. എന്തിനാ ഈ ഒരു 3 ആഴ്ച നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. വെറും 3 ആഴ്ച. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞ ഏജ് റിവേഴ്സ് ആയിട്ട് വരുന്ന കാണും. നിങ്ങളെ ആക്ടിവിറ്റി ലെവൽ ഇംപ്രൂവ് ആവുന്ന കാണും. നിങ്ങൾക്ക് തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നിങ്ങളുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. നമുക്ക് തന്നെ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ, സ്കിന്നിൽ ചില ആൾക്കാർക്ക് ഭയങ്കര എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആയിരിക്കും. അല്ലെങ്കിൽ ഇച്ചിങ് പോലത്തെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടോ, സ്കിന്നിൽ എന്തെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് അത് മാറുന്നതാണ്. ഈ ഒരു 3 വീക്ക് ഇതൊരു റൂൾ ആയിട്ട് നിങ്ങൾ ഡോക്ടേഴ്സ് നിങ്ങളുടെ അടുത്ത് അർജന്റ് ആണ് ഇത് ചെയ്താൽ മാത്രമേ മാറൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റൂലേ ഇത് ഈ ഒരു ഹാബിറ്റിലോട്ട് വരുമ്പോഴത്തേക്ക്. അതേപോലെ തന്നെ താരന്റെ അളവൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ ഫുഡ് ഹാബിറ്റ് ഫോളോ ചെയ്താൽ. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വെള്ളത്തിന്റെ കാര്യം കേട്ടോ. വെള്ളത്തിന്റെ ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ കഴിക്കുന്ന ഫുഡൊക്കെ എഫക്റ്റീവായ രീതിയിൽ ബോഡി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കറക്റ്റ് ചെയ്യണം. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. പിന്നെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡിന്റെ ടൈമിംഗ് കറക്റ്റ് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഒരു 3 മെയിൻ മീലാണ് നമുക്ക് വേണ്ടത്. 3 മെയിൻ മീൽ. നമ്മൾ 6 നേരം ഫുഡ് കഴിക്കണം എന്ന് പറയും. ഇനിയിപ്പം ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ആളാണ് എല്ലാ നേരം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ലല്ലോ. അപ്പം നിങ്ങൾ മെയിൻ ആയിട്ട് 3 മീൽ കഴിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരിക. എല്ലാ നേരവും കഴിക്കരുത്. അപ്പൊ എന്താണ്, രാത്രി കിടക്കുന്നതിന്റെ മുന്നേ ഒരു മിനിമം ഒരു 3, 4 മണിക്കൂർ മുന്നെയെങ്കിലും ഫുഡ് സ്റ്റോപ്പ് ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കണം. ഇനിയിപ്പോ രാത്രിയൊക്കെ നൈറ്റ് ഒക്കെ ഡ്യൂട്ടി ഒക്കെ ഉള്ള ആൾക്കാരാണ്, നിങ്ങൾ അതിന് കണക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. കിടക്കാൻ പോകുന്നതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് കഴിച്ചാൽ മതിയല്ലോ. അത്ര വിശപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ. ആ ഒരു രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കുക. പിന്നെ ഒരു റൊട്ടീന് നമുക്ക് ഉണ്ടാവണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇതാണ് ടൈം, ലഞ്ച് കഴിക്കാൻ ഇതാണ് ടൈം, ഡിന്നർ കഴിക്കാൻ ഇതാണ് ടൈം. നമ്മുടെ മൈൻഡിൽ കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ബോഡിയിലുള്ള ബയോളജിക്കൽ ക്ലോക്ക് വർക്ക് ചെയ്യുള്ളൂ. ക്ലിയർ ക്ലിയർ ആണോ? നമ്മുടെ എല്ലാവരുടെ ബോഡിയിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. തിന്നാൻ ഒരു സമയം, പിന്നെ എന്താ പറയാ, ബാത്റൂമിൽ മോഷൻ കറക്റ്റ് ആയിട്ട്. നമ്മുടെ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഷൻ കറക്റ്റ് ആണോ എന്നുള്ളതാണ്. പ്രോപ്പറായ രീതിയിൽ രാവിലെ എഴുന്നേറ്റിട്ട് സുഖമായിട്ട് നമുക്ക് നമ്മുടെ ബാത്റൂമിൽ പോയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം, പുറത്തേക്ക് കളയാൻ വേണ്ടി പറ്റണം. ഇത് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഹെൽത്തി അല്ല. മനസ്സിലായോ? നമ്മുടെ മോഷൻ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ ബോഡി ഡീറ്റോക്സ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അത് ചെയ്യാം. എന്തെങ്കിലും ഇടയ്ക്ക് ഇതുപോലത്തെ ഡ്രിങ്കുകളൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഡീറ്റോക്സ് ചെയ്യാം. നമ്മുടെ ഈ റേസൻസ് ഇല്ലേ, ഉണക്കമുന്തിരി എന്ന് പറയുന്നത്, ഇത് നമുക്ക് കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. ഉണക്കമുന്തിരിയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ടാണ് അത് ഉണങ്ങിയൊക്കെ കിട്ടുന്നത്. കുറേ ബൾക്ക് മുന്തിരിയൊക്കെ ഒരു കെമിക്കൽ അങ്ങോട്ടും അടിച്ചു വെക്കും, ഫിനിഷ്. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലാം ഡ്രൈ. അപ്പൊ അത്രയും കെമിക്കൽസ് ഉണ്ട്. നന്നായിട്ട് വാഷ് ചെയ്യണം. നിങ്ങൾ ഈ ജീരകം, ഉലുവ ഇതൊക്കെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നതല്ലേ. നിങ്ങൾ ജസ്റ്റ് ഒരു സ്പൂണ് ജീരകം എടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലൊന്ന് കലക്കി നോക്കുക എത്ര മണ്ണ് അതിലുണ്ട് എന്നുള്ളത്. അപ്പൊ എന്ത് ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് യൂസ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ നിങ്ങളൊന്ന് അലേർട്ട് ആവുക. കാരണം അവരുടെ മാമന്റെ മക്കൾക്കൊന്നുമല്ലല്ലോ കൊടുക്കുന്നത്. അപ്പൊ അവർ ഇച്ചിരി എന്തെങ്കിലും ചേർക്കും. ലാഭം എല്ലാവർക്കും ആവശ്യമുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും ചേർക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കും. കുട്ടികൾക്കായാലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഒരുമിച്ച് മഞ്ഞളിന്റെ വെള്ളത്തിൽ കുറെ നേരം ഇട്ടിട്ട് അത് കേടാക്കാൻ നിൽക്കരുത് കേട്ടോ. ആവശ്യമുള്ളത് കഴുകിയിട്ട് എടുക്കുക. ചില ആൾക്കാരുണ്ട് പെട്ടെന്ന് പണിയായാലും എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ബേസിനിൽ അങ്ങ് ചെയ്യും. കുറച്ച് പഞ്ചസാര, ഉപ്പ് എന്തൊക്കെയാണോ വേണ്ടതൊക്കെ ഇട്ടിട്ട്. അതേപോലെ നമ്മളിപ്പം ഇത് ക്ലീൻ ചെയ്യാനാന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസീവ് ആയ വെജി വാഷും കാര്യങ്ങളൊന്നും വാങ്ങിക്കേണ്ട. അതും കെമിക്കൽ ആണല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ആഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം. കുറെ കുറെ കാര്യങ്ങളുണ്ട്.
അറിയാനാണെ കടൽ പോലെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഈ അത്യാവശ്യം ഞാൻ പറഞ്ഞു. ഇത് മാത്രം നിങ്ങളൊന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് കണ്ടിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി മൊത്തത്തിലൊന്ന് റീസെറ്റ് ആവും. കുറെ കാലമൊന്നുമില്ല. ഇനിയിപ്പോ 3 ആഴ്ച ഒന്നും എന്നെക്കൊണ്ട് പറ്റൂല. ഒരാഴ്ച നിങ്ങൾ ട്രൈ ചെയ്യും. മനസ്സിലായോ? അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നിങ്ങൾ മീറ്റും കാര്യങ്ങളും ഒഴിവാക്കുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഫിഷും ചിക്കനും ഒക്കെ നമുക്ക് വീക്കിൽ 5 ദിവസം കഴിക്കാം. 5 ദിവസമല്ല, ചിക്കൻ 3 ദിവസം മതി കേട്ടോ. അത്യാവശ്യമാണെങ്കിൽ 4 ദിവസമൊക്കെ എന്താ പറയുക, എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം. പക്ഷേ നിങ്ങൾ അളവ് ശ്രദ്ധിക്കണം. ഫ്രൈ ചെയ്ത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനേ പാടില്ല. ഹെൽത്തി റുട്ടീൻ ആണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഫ്രൈ യൂസ് ചെയ്യണ്ട. ഫിഷ്, എഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 5-6 ദിവസമൊക്കെ കഴിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാ ദിവസവും കഴിക്കാം. മുഴുവനായിട്ട് തന്നെ കഴിക്കാം കേട്ടോ. കുറെ കഴിക്കേണ്ട, ഒരു മുട്ട എല്ലാ ദിവസവും ഉൾപ്പെടുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല. ഒരു ദിവസം നിങ്ങൾ വെജിറ്റേറിയൻ, ഫുൾ ആയിട്ട് വെജിറ്റേറിയൻ ആയിട്ട് മാറുവാണ് അടിപൊളിയായിരിക്കും. അപ്പൊ ഓൾറെഡി വെജിറ്റേറിയൻ ആണ് ഞാനെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ട് പോകണമെന്നൊന്നും ആലോചിക്കണ്ട. നിങ്ങൾ അതിലേക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങളായിട്ട് പ്രോട്ടീന്റെ സോഴ്സ് ആയിട്ട് പനീർ, അതേപോലെ നമ്മുടെ എന്തായിരുന്നു എന്തായിരുന്നു അതിന്റെ പേര്, സോയാ മീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മള് ഇത്തിരി കൂടെ നമ്മള് നോർമലി വെറും സാമ്പാറായിട്ടുള്ള വെജിറ്റേറിയൻ ആവണ്ട, കിട്ടുന്നതൊക്കെ ഉൾപ്പെടുത്ത്. മനസ്സിലായോ? പിന്നെ രാത്രിയിലത്തെ ഫുഡ് നമ്മൾ മാക്സിമം സിമ്പിൾ ആക്കുക. മനസ്സിലായോ? കാരണം ഇത് ദഹിച്ചിട്ട് വേണം നമുക്ക് ഒരു ഹാപ്പി ആയിട്ട് ഒരു ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകാൻ. നമ്മുടെ ബോഡി നല്ല ഡീപ്പായിട്ട് റിലാക്സിംഗ് ആയിട്ട് ഉറങ്ങണമെങ്കിൽ ഇവര് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. ഇവർക്ക് പിന്നെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കുറെ സാധനം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പോയി കിടന്നിട്ട് കാര്യമുണ്ടോ? ഇനിയിപ്പോ അത്യാവശ്യം എന്തെങ്കിലും കുറച്ച് അധികം കഴിച്ചു പോയ ദിവസമാണ് ഇന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നിങ്ങള്? ഒരു 10-20 മിനിറ്റ് രാത്രിയിൽ നടക്ക്. ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പാട് നടക്കാൻ ഓടാനും പോണ്ട. ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കിച്ചണിലുള്ള എല്ലാ വർക്കും കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് അകത്തൂടെ നടക്കുക, അല്ലെങ്കിൽ പുറത്ത് മുറ്റത്ത് ഒരു ചെറിയൊരു സ്പേസ് എങ്കിലും ഉണ്ടെങ്കിൽ നടക്കുക. നടന്നിട്ട് അത് ഡൈജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റിലാക്സ്ഡ് ആയിട്ടാണ് കിടക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ അടുത്ത ദിവസം എടുക്കുന്ന ടോപ്പിക്കാണ്, എങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയാസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഡയറ്റ് ഉണ്ട് കേട്ടോ. അതും കൂടെ ഞാൻ നാളെ പറഞ്ഞുതരാം കേട്ടോ. ഡിജിറ്റൽ ഡയറ്റിംഗ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഈ ഔട്ടർ വേൾഡിലെ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച പോലെയുള്ള സംഭവങ്ങള് നമ്മൾ നമ്മളിലോട്ട് അടുക്കണം. നമ്മുടെ ഫാമിലിയിലോട് കൂടുതൽ റിലേഷൻഷിപ്പ് ഒക്കെ ബോണ്ടിങ് ആവണമെങ്കിൽ ഇതും നമ്മൾ പഠിച്ചിരിക്കണം. മനസ്സിലായോ? ഇതൊക്കെ ഈ ലൈഫ് സ്റ്റൈലിന്റെ പാർട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആയോ? എന്താണ്, എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക, കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ഷഫീനെ കുറെ നാളായിട്ട് കണ്ടിട്ട് കേട്ടോ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എന്തൊക്കെയാണ് അവസ്ഥകള്? All good, ma'am. അൽഹംദുലില്ലാ അല്ലേ? അപ്പൊ പിന്നെ വേറെന്തൊക്കെയാ? ഞാൻ ആ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും കേട്ടോ. കഴിഞ്ഞ മുന്നിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനിപ്പം റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്കൊന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ടും ശക്തമായിട്ടും രേഖപ്പെടുത്തുക കേട്ടോ. അടുത്ത ദിവസം ഞാനൊക്കെ കറക്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പൊ ശരി, റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യാണ്.